ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 3 ഇൻ ഹാർമണി എന്ന് പറയുന്ന യൂണിറ്റ് ഡിസ്കസ് ചെയ്യാനാണ്. എന്താണ് ഇൻ ഹാർമണി എന്ന് പറഞ്ഞാൽ? ഐക്യത്തിൽ, അല്ലേ, സൗഹൃദത്തിൽ, പൊരുത്തത്തിൽ. അതാണ് ഇൻ ഹാർമണി എന്നുള്ളതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു കിളിക്കൂട്, മരത്തിലുള്ള കിളിക്കൂടും കുറച്ച് കാക്കകളും അല്ലേ കാണാം. അതിൻ്റെ ചോടായിട്ട് എന്തുണ്ട്? ഒരു നായയും അതിൻ്റെ കുഞ്ഞുങ്ങളും അല്ലേ കാണുന്നുണ്ട് അല്ലേ. മനോഹരമായിട്ടുള്ള ഇങ്ങനെ ഒരു പിക്ചറോട് കൂടിയായിട്ടാണ് ആ പാഠഭാഗം എൻ്റർ ചെയ്യുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ മഹാത്മാഗാന്ധിജിൻ്റെ ഒരു കോട്സും കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ കോട്സ്? ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി. മഹാത്മാഗാന്ധി എന്താ പറയുന്നത്? ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് യു തിങ്ക്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്. വാട്ട് യു സേ, നിങ്ങൾ എന്താണ് പറയുന്നത്. ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി, എല്ലാം അല്ലേ, നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയുമെല്ലാം ഐക്യതയോടെ ഉണ്ടാകുമ്പോഴാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്നാണ് മഹാത്മാഗാന്ധി ഈ കോട്ടിലൂടെ പറയുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് വെൻ വാട്ട് യു തിങ്ക്, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്. വാട്ട് യു സേ, അല്ലേ, പറയുന്നത്. ആൻഡ് വാട്ട് യു ഡു ആർ ഇൻ ഹാർമണി, അതാണ് ഈ ഒരു കോട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പാഠഭാഗത്ത് ഐക്യത്തിൻ്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ഭാഗം എന്താണെന്ന്. ഹൂ ഹാർ ഹൈഡൻ ഇൻ ദിസ് പിക്ചർ, അല്ലെ, ഒരു പിക്ചർ തന്നിട്ട് ആരാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ നിങ്ങളോട് ഫൈൻഡ് ഔട്ട് ആൻഡ് കളർ ചെയ്തിട്ട് കണ്ടെത്താൻ പറയുന്നുണ്ട്. റോക്കി ദ പപ്പി. പപ്പി എന്ന് പറയുന്നത് എന്താണ്? നായയുടെ കുട്ടീനെ അല്ലേ, അല്ലെങ്കിൽ പട്ടിയുടെ കുഞ്ഞിനെയൊക്കെയാണ് പപ്പി എന്ന് പറയുന്നത്. റോക്കി എന്ന് പറയുന്നത് ആ പപ്പീൻ്റെ പേരാണ്. അപ്പോൾ റോക്കി എന്ന് പറയുന്ന നായക്കുഞ്ഞ്. എന്നാൽ റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. അപ്പോൾ റോക്കി എന്ന് പറയുന്ന നായക്കുഞ്ഞ് എന്താണ്? റെസ്റ്റ് ചെയ്യായിരുന്നു. എവിടെ? അണ്ടർ എ ട്രീൻ്റെ താഴെയായിട്ട് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ യമ്മി മീൽ. എന്ത് കഴിച്ചിട്ടാണ് അവൻ അപ്പം അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ലൊരു യമ്മി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഒരു മരത്തിൻ്റെ താഴെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. ബീസ് ബസഡ് എറൗണ്ട് ഹിസ് ഹെഡ്. ബീസ് എന്ന് പറഞ്ഞാൽ തേനീച്ച. ബസഡ് എന്ന് പറഞ്ഞാലും തേനീച്ചയുടെ കരയുന്ന ശബ്ദമാണ് അല്ലേ. അപ്പോൾ തേനീച്ച എന്ത് ചെയ്യേണ്ടത്? എറൗണ്ട് ഹിസ് ഹെഡ്, അവൻ്റെ ഹെഡിന് ചുറ്റും ഇങ്ങനെ ബസ് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ചുറ്റും റൗണ്ട് ചെയ്യുന്നുണ്ട്. പ്ലീസ് ഡോൺ ഇറിറ്റേറ്റ് മീ. ദയവ് ചെയ്തിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാതെ പോകും. ഇറിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന്. റോക്കി ക്ലോസ് ഹിസ് ഹൈസ്. അത് പറഞ്ഞുകൊണ്ട് റോക്കി എന്ത് ചെയ്തു? അവൻ്റെ കണ്ണുകൾ അടച്ചു. സ്ലോലി ഹി ഫെൽ അസ്ലീപ്പ്, അല്ലേ, അങ്ങനെ പതുക്കെ അവൻ ഉറങ്ങി. അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലേക്ക് വീഴുക. അപ്പോൾ അവന് സ്ലെപ്റ്റ്, ഉറങ്ങി. ഫെൽ അസ്ലീപ്പ്, അവൻ ഉറക്കത്തിലേക്ക് പോയി. എ ക്രോ വാസ് വാച്ചിങ് എവറിത്തിങ്, അല്ലേ. അപ്പോഴാണ് ഇതെല്ലാം, എ ക്രോ എന്ന് പറഞ്ഞാൽ ഏതാണ്? കാക്ക, അല്ലേ. കാക്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഷീ ഫ്ലൂ എറൗണ്ട് ദ ബീസ്, അല്ലേ. ഫ്ലൂ എന്ന് വായിക്കുക കേട്ടോ. ഷീ ഫ്ലൂ എറൗണ്ട് ദ ബീസ്. അവൾ എന്ത് ചെയ്തു? ആ ബീസിന് ചുറ്റും പറന്നു. റോക്കി വോക്ക് അപ്പ്. പെട്ടെന്ന് റോക്കി എന്ത് എണ്ണീറ്റു. ഡോൺ എനോയ് മീ ഹി സെഡ്. എനോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ എന്ത് ചെയ്യല്ലേ എന്നാണ് പറയുന്നത്. ദേഷ്യം പിടിപ്പിക്കല്ലേ, എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ എന്നാണ് പറയുന്നത്. അവിടെ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ, റോക്കിയും തേനീച്ചകളും പിന്നെ മരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മുടെ കാക്ക ഇതെല്ലാം കാണുന്നതുമായിട്ടുള്ള പിക്ചർ അവിടെ കൊടുക്കുന്നുണ്ട്. വാട്ട് വിൽ റോക്കി ഡു? അപ്പോൾ റോക്കി എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? റോക്കി ഉറങ്ങാൻ പോകുമ്പോൾ ഈ തേനീച്ചയും കാക്കയൊക്കെ വന്നിട്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യാണ് അല്ലേ. അവളെ ബുദ്ധിമുട്ടിക്കുകയാണ്, അവളെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ എന്തായിരിക്കും പിന്നീട് റോക്കി ചെയ്തിട്ടുണ്ടായിരിക്കുക? ദ ചേസ്, അല്ലേ. എന്താണ് ചേസ് എന്ന് പറഞ്ഞാൽ? എന്താ? പിന്നാലെ കൂടുക. അപ്പോൾ ചേസ്, പിന്നാലെ കൂടുക എന്നുള്ള ഒരു ഭാഗമാണ്. റോക്കി സോ എ ക്യാറ്റ് ചേസിങ് എ സ്ക്വിരൽ. അപ്പോഴാണ് റോക്കി അത് കണ്ടത്. ഒരു ക്യാറ്റ് ഒരു സ്ക്വിരലിൻ്റെ പിന്നാലെ പോകുന്നത്. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ. അപ്പോൾ അവൻ ചിന്തിച്ചു, ഒരു തമാശ കളിച്ചാലോ എന്ന് അവന് ആലോചിച്ചു. ഹി ചേസ്ഡ് ദ ക്യാറ്റ്. അങ്ങനെ അവൻ എന്ത് ചെയ്തു? അവന് ക്യാറ്റിൻ്റെ പിന്നാലെ പോയി.
അല്ലേ? ക്യാറ്റ് ആരുടെ പിന്നാലെയാണ് പോകുന്നത്? സ്ക്വിരൽ അണ്ണാൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. ഈ ക്യാറ്റിൻ്റെ പിന്നാലെ ഈ ഡോഗ് നമ്മളെ റോക്കി പോകാൻ തുടങ്ങി. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിരൽ, ദ ക്യാറ്റ് ഹിസ്ഡ്. അപ്പോൾ ക്യാറ്റ് അവനോട് പറയാണ് ഇത് കണ്ടിട്ട്, എന്നെ വിടൂ, എൻ്റെ പിറകെ വരല്ലേ, എനിക്ക് ആ സ്ക്വിരലിനെ പിടിക്കണം, ആ അണ്ണാനെ പിടിക്കണം അതും പറഞ്ഞ് ദേഷ്യത്തിൽ ക്യാറ്റ് സൗണ്ട് ഉണ്ടാക്കി. ആ സമയത്ത് അറ്റ് ഹിം ബൈ ദെൻ ദ സ്ക്വിരൽ ഹാഡ് ക്ലൈംബ് അപ്പ് എ ട്രീ. ആ സമയത്ത് പെട്ടെന്ന് സ്ക്വിരലിന് എസ്കേപ്പ് ആകാനുള്ള സമയം കിട്ടിയില്ലേ? പെട്ടെന്ന് മരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. ചിൽ 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 അല്ലേ? അണ്ണാൻ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക? ചിൽ 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 എന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇറ്റ് മോക്ക് ദ ക്യാറ്റ്. മോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാറ്റിനെ പരിഹസിച്ചും കൊണ്ട് അണ്ണാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. ദ ക്യാറ്റ് ആൾസോ ക്ലൈംബ് ഔട്ട്. പക്ഷെ ക്യാറ്റ് വിട്ടോ? ഇല്ല, ക്യാറ്റും ആ മരത്തിൽ തൂങ്ങാൻ തുടങ്ങി. റോക്കി സ്റ്റുഡ് ബിലോ ദ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ക്യാറ്റ്. റോക്കി എന്ത് ചെയ്തു? റോക്കി അവിടെ തന്നെ നിന്ന് ആ ക്യാറ്റിനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. വാട്ട് വിൽ ദ ക്യാറ്റ് സേ ടു റോക്കി? ക്യാറ്റ് എന്തായിരിക്കും റോക്കിനോട് പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്നുള്ളത്. ദ കെയറിങ് ക്രോ. കെയറിങ് എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷിക്കുക അല്ലേ? സംരക്ഷിക്കുന്ന കാക്ക. ദ സ്ക്വിരൽ ഡിസപ്പിയർഡ് എമോങ് ദ ലീവ്സ്. ദ ക്യാറ്റ് ലുക്ക് ഡൗൺ. ആ സ്ക്വിരൽ എന്ത് ചെയ്തു? ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായിട്ട് അല്ലേ? ഏതൊക്കെയോ ലീവ്സിൻ്റെ മരത്തിൻ്റെ ചില്ലകളിലും ഇലകളിലൂടെ എല്ലാം അത് അപ്രത്യക്ഷമായി. ദ ക്യാറ്റ് ലുക്ക്ഡ് ഡൗൺ. ക്യാറ്റ് താഴേക്ക് നോക്കി. ഹി സോ റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. അവൻ എന്താ കണ്ടത്? റോക്കി മുകളിലേക്ക് ട്രീയിൽ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട്, തൂങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. ദ ക്യാറ്റ് ജമ്പ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്. ആ സമയം ക്യാറ്റ് എന്ത് ചെയ്തു? താഴേക്ക് ചാടി പെട്ടെന്ന് എസ്കേപ്പായി. ദ കൗ സോ ഇറ്റ്. കാക്ക അത് കണ്ടു. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. ആ ട്രീയിലാണ് അവളുടെ കൂടിയിരിക്കുന്നത്. നെസ്റ്റ് പറഞ്ഞാൽ എന്താ? പക്ഷികളുടെ കൂടാണ് അല്ലേ? കാക്കയുടെ കൂട് ആ ട്രീയിലാണ് ഇരിക്കുന്നത്. ഹെർ ചിക്സ് വേർ ഇൻ ഇറ്റ്. ചിക്സ് എന്ന് പറഞ്ഞാൽ അവളുടെ കുട്ടികൾ, പക്ഷികളുടെ കുട്ടികളെയാണ് ചിക്സ് എന്ന് പറയാം. അപ്പോൾ അവളുടെ കുട്ടികൾ അതിലുണ്ട്. ഷി വാസ് അഫ്രൈഡ്. അവൾക്ക് പേടിയായി. ഷി സ്റ്റാർട്ടഡ് സർക്കിളിങ് അറൗണ്ട് റോക്കി. അവൾ എന്ത് ചെയ്തു? അവൾ ആ റോക്കിക്ക് ചുറ്റും ഇങ്ങനെ സർക്കിൾ റൗണ്ട് ചെയ്യാൻ തുടങ്ങി. റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹൈൻഡ് ലെഗ്സ് അല്ലേ? അപ്പോൾ എന്താണ്? റോക്കി എന്ത് ചെയ്തു? അവളുടെ കാല് പിറകെയുള്ള കാല് ഉയർത്തിങ്ങാണ്ട് ഇങ്ങനെ നിന്നു അല്ലേ? പിക്ചറിൽ കാണില്ലേ നിങ്ങൾ? കാക്ക റൗണ്ട് ചെയ്യുന്നതും നമ്മൾ റോക്കി ഇങ്ങനെ ബാക്കിലുള്ള കാല് ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നതും. അടുത്ത് നോക്കാം. ദ ഹംഗ്രി ക്രോ അല്ലേ? ഹംഗ്രി എന്നാൽ എന്താ? വിശപ്പുള്ള കാക്ക എന്നാണ് ഹെഡിങ്. റോക്കി വാക്ക്ഡ് ബാക്ക്. റോക്കി തിരിച്ച് നടന്നു. ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ. പോകുന്ന വഴിയിൽ അവനക്ക് എന്ത് കിട്ടി? ഒരു ബോൺ അല്ലേ? എല്ല് കിട്ടി അല്ലേ? നമ്മൾ നായ്ക്കളും മൃഗങ്ങളൊക്കെ കഴിക്കുന്ന എല്ലില്ലേ? ആ എല്ല് കിട്ടി. ഹി സാറ്റ് ഓൺ ദ ഗ്രാസ് ആൻഡ് സ്റ്റാർട്ടഡ് ച്യൂയിങ് ഇറ്റ്. അങ്ങനെ അവന് ഒരു ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ല്, ആ പുല്ലിൻ്റെ അവിടെ ഇരുന്ന് അത് ചവക്കാൻ തുടങ്ങി. വാവ് മച്ചി ഊഷ്. ഹി ക്ലോസ് ഹിസ് ഹൈസ് ഇൻ ജോയ് അല്ലേ? അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുള്ളതായത് തന്നെ ആ സൗണ്ട് ഉണ്ടാക്കുകയാണ്. എന്നൊക്കെ പറയില്ല. ഹി ക്ലോസ് ഹിസ് ഐസ് ഇൻ ജോയ്. അങ്ങനെ അവന് കണ്ണുകളടച്ച് ആ ഭക്ഷണത്തിൻ്റെ രുചി ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ദ ക്രോ വാസ് ഒബ്സർവിങ് ദ സീൻ. ഇതൊക്കെ ആ കാക്ക കാണുന്നുണ്ട് അല്ലേ? ഷി വാസ് വെരി ഹംഗ്രി. അവൾക്കും ഒരുപാട് വിശക്കുന്നുണ്ട്. ഷീ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ എവേ. അവളത് പെട്ടെന്ന് റോക്കിൻ്റെ അടുത്തുനിന്ന് തട്ടിയെടുത്ത് പറന്നുപോയി. കണ്ടോ കാക്കയുടെ കാലിൽ ബോൺ കണ്ടോ? ബോണും തട്ടിയെടുത്ത് അവൾ പറന്നുപോയി. യു നോട്ടി ക്രൗ, റോക്കി ബാക്ക്ഡ്. ഇത്ര വികൃതിയായിട്ടുള്ള കാക്ക. റോക്കി ബാക്ക്ഡ്. റോക്കി എന്ത് ചെയ്തു? കുരച്ചു. ബാക്ക്ഡ് പറഞ്ഞാൽ എന്താ? കുരക്കുക. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. അവനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈം. അവൻ കുറേ ചാടിയിട്ടും ഒക്കെ അവൻ്റെ ആ ദേഷ്യം തീർക്കുകയാണ്. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾ ഇൻ ദ മഡ്. എന്നിട്ടും അവനക്ക് ദേഷ്യം തീർന്നില്ല. അവൻ എന്ത് ചെയ്തു? അവൻ്റെ നെറ്റി ചുളിച്ചിട്ടും പിന്നെ മഡ് പറഞ്ഞാൽ ചളിയിലൊക്കെ ഉരുണ്ടിട്ടും അവൻ ആ ദേഷ്യം തീർക്കുക. സ്ലോലി ഹി കാം ഡൗൺ. അങ്ങനെ പതുക്കെ അവന് ശാന്തയായി. റോക്കി ബാക്ക്ഡ് അലൗഡ് ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. വൈ അല്ലേ? റോക്കി ഉറക്കെ കുരക്കാനും പിന്നെന്താണ് ഒരുപാട് നേരം ജമ്പ് ചെയ്യാനൊക്കെ കുറേ ചാടി ഒക്കെ ചെയ്തു. എന്തിനാണ് അവനത് ചെയ്തത്?
അവനക്ക് ആ ദേഷ്യം സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അവൻ്റെ ദേഷ്യം അങ്ങനെ തീർക്കുകയാണ് അല്ലേ. അടുത്തത് നോക്കാം. ദ ഹെവി റെയിൻ, നല്ല ശക്തിയുള്ള മഴ. സഡൻലി, പെട്ടെന്ന്, ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക് അല്ലേ. ബ്ലൂ സ്കൈ, നീല ആകാശത്ത് കാർമേഘങ്ങൾ വന്നു. ദ വിൻഡ് ഹോൾഡ്, കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. എ ഹെവി ടെൻഡർ ഷുക്ക് ദ ഗ്രൗണ്ട്. ഹെവി ടെൻഡർ എന്ന് പറഞ്ഞാൽ, ടെൻഡർ എന്ന് പറഞ്ഞാൽ ഇടി, നല്ല ശബ്ദത്തിലുള്ള ഇടിയെല്ലാം മുഴങ്ങി തുടങ്ങി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ, അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. ക്രാ ക്രാ, ദ ക്രൗ കൗഡ് അലോഡ് അല്ലേ. കാക്ക ഉറക്കെ കരയാണ് പേടിച്ചിട്ട്. ഷീ സോ ഹെർ നെസ്റ്റ് swaying ഇൻ ദ വിൻഡ്. അവളെന്താ കാണുന്നത്? അവളുടെ നെസ്റ്റ്, കുട്ടികളുള്ള നെസ്റ്റ് ഈ കാറ്റത്ത് ആടി ഉലയുന്നത് അവൾ കാണുന്നുണ്ട്. സൂൺ ദ ബ്രാഞ്ച് ബ്രോക്ക് ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ. പെട്ടെന്ന് തന്നെ ആ മരച്ചില്ല ഒടിഞ്ഞ് താഴേക്ക് വീണു അല്ലേ. പിക്ചറിൽ കണ്ടോ നിങ്ങൾ? നെസ്റ്റും ബ്രാഞ്ചും അതിലുള്ള നമ്മളെ ചിക്സൊക്കെ താഴേക്ക് വീഴുന്നത് കണ്ടോ നിങ്ങളെ? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിക്സ്? എന്തായിരിക്കും ആ ചിക്സിന് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക പിന്നീട്? നമുക്ക് നോക്കാം അല്ലേ. പിന്നീട് എന്താ സംഭവിച്ചത്, അവർക്ക് എന്താ പറ്റിയത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ് ആണ് അടുത്ത്. കിയോ കിയോ, റോക്കി ഹിയർഡ് എ സൗണ്ട് അല്ലേ. കുഞ്ഞുങ്ങൾ കരയാണ്. റോക്കി ആ സൗണ്ട് കേട്ടു. ഹി സോ ദ ചിക്സ് ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. അവന് കണ്ടു എന്താണ് ചിക്സൊക്കെ ഗ്രൗണ്ടിൽ വീണ് കിടക്കുന്നത്. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം ആൻഡ് വാക്ക്ഡ് ടുവേഴ്സ് ദ നെസ്റ്റ്. അവനക്ക് പിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ദയ തോന്നി, ദയ അല്ലേ. പിറ്റി, അവൾക്ക് അത് കണ്ടിട്ട് ദയ തോന്നി. അപ്പോൾ അവൻ എന്താ ചെയ്തത് നോക്കാം നമുക്ക്. എന്താ ചെയ്തത്? അവന് ആ നെസ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു. ദ ചിക്സ് വേർ ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ അല്ലേ. എന്താണ് ആ ചിക്സ് എല്ലാം ആ റെയിനിൽ ഇങ്ങനെ ഡ്രെഞ്ച്ഡ് പറഞ്ഞാൽ എന്താ, നനഞ്ഞ് കുഴഞ്ഞിട്ടുണ്ട് അല്ലേ. നനഞ്ഞ് കുഴഞ്ഞ് കിടക്കുകയാണ്. കിയോം കിയോം ദെയർ ക്രൈഡ് ബിക്കം ലൗഡർ. അങ്ങനെ അവർ ഉറക്കെ കരയാൻ തുടങ്ങുകയാണ്. ദേ വർ ഷെവറിങ് അല്ലേ. അവർ ആ മഴയത്ത് നനഞ്ഞ് വിറക്കുന്നുണ്ട്. ഡോൺ വെറി ഡിയേഴ്സ്, റോക്കി കൺസോൾ ദം. അപ്പോൾ റോക്കി എന്താ പറഞ്ഞത്? പേടിക്കണ്ട എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. എന്നിട്ട് അതൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. ഹെൽപ്പ് മീ റോക്കി ഹിയർഡ് എ ക്രൈ. പെട്ടെന്നാണ് റോക്കി ഹെൽപ്പ് മീ എന്നുള്ളൊരു സൗണ്ട് കേട്ടത്. ഹി ടേൺ ടുവേർഡ്സ് ദ സൗണ്ട്. ആ സൗണ്ട് കേട്ട് അവിടേക്ക് അവൻ തിരിഞ്ഞു. ഹി സോ ദ മദർ ക്രോക്ക് ഔട്ട് അണ്ടർ എ ഫാളൻ ബ്രാഞ്ച്. ഹിസ് ഹേർട്ട് മെൽറ്റഡ്. അവൻ അവിടെ എന്താ കണ്ടത്? നമ്മളെ മദർ കാക്ക അല്ലേ, ഈ കുഞ്ഞുങ്ങളുടെ അമ്മ കാക്ക എവിടെയാണ്? ഒരു മരത്തിൻ്റെ കൊമ്പിന് താഴെയായിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട് അല്ലേ. ഹിസ് ഹേർട്ട് മെൽറ്റഡ് പറഞ്ഞാൽ എന്താ? അവൻ്റെ ഹൃദയം എന്ത് തോന്നി? അവൻ്റെ ഹൃദയം അലിഞ്ഞു അല്ലേ. അവനക്ക് വിഷമം തോന്നി അത് കണ്ടിട്ട്. അങ്ങനെ അവൻ എന്താ ചെയ്തത്? റോക്കി tried to move the branch. It was heavy. അവനത് ഉന്തി പുള്ള് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് ഹെവി ആയിരുന്നു, ഭാരമുള്ളതായിരുന്നു. ഹി പുൾഡ് ഇറ്റ് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. അവൻ്റെ എല്ലാ ശക്തിയും എടുത്ത് അത് പുൾ ചെയ്തു. ഫൈനലി ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ് ആൻഡ് സേവ് ദ ക്രോ. അങ്ങനെ അവസാനം അവൻക്ക് അത് മൂവ് ചെയ്യാൻ കഴിഞ്ഞു. അവന് ഒരു മദർ ക്രോനെ അവിടെ നിന്നും രക്ഷിച്ചു. ദ ക്രോസ് ഐസ് വെൽഡ് അപ്പ് അല്ലേ. ഇതൊക്കെ എന്താണ്? കണ്ണുനീർ തുള്ളികൾ, ആ കാക്കയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ വന്നു. ഷീ ലുക്ക്ഡ് അറ്റ് റോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. അവളെന്ത് ചെയ്തു? ആ റോക്കിയെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയോടെ നോക്കി അല്ലേ. ടേക്ക് കെയർ സെഡ് റോക്കി ആൻഡ് വാക്ക്ഡ് അവേ. ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് റോക്കി ദൂരേക്ക് നടന്നു പോയി. ഇവിടെ എന്താണ് സംഭവിച്ചത്? കാക്ക റോക്കിയുടെ കയ്യിൽ നിന്നും ആ ഭക്ഷണം തട്ടിയെടുത്ത് കൊണ്ടുപോയി അല്ലേ. ദേഷ്യം ഉണ്ടായിരുന്നു റോക്കിക്ക് അല്ലേ, ഡോഗിന്, നമ്മളെ നായക്കുഞ്ഞിന്. പക്ഷേ ഈ കാക്കയ്ക്ക് അപകടം സംഭവിച്ചപ്പോൾ ആ ദേഷ്യമൊക്കെ മറന്നിട്ട് നമ്മളീ പപ്പിക്കുട്ടി റോക്കി അവരെ രക്ഷിക്കുകയാണ് ചെയ്തത് അല്ലേ. അങ്ങനെയുള്ള ഒരു നല്ലൊരു സ്റ്റോറിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ സ്റ്റോറി? അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ പാഠത്തിൻ്റെ മലയാളത്തിലുള്ള മീനിങ്. എല്ലാവരും അർത്ഥം അറിഞ്ഞ് പഠിക്കുക കേട്ടോ സ്റ്റോറി. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്.